കാലവർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലും മാലിദ്വീപ്, കന്യാകുമാരി പ്രദേശങ്ങളിലും തെക്കൻ ബംഗാൾ ഉൾക്കടലിലും മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും കാലവർഷം വ്യാപിച്ചു തുടങ്ങി. 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിനു മുന്നോടിയായി 23-24 തീയതികളിൽ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കും. വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം. ഇതേ കാലയളവിൽ തെക്കൻ അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിൽ, മാലിദ്വീപിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിലും, കന്യാകുമാരി തീരത്തിന്റെ ചില ഭാഗങ്ങളിലും, ലക്ഷദ്വീപ് പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിലും, കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് മധ്യ ഭാഗങ്ങളിലും, ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ വ്യാപിക്കുന്നതിന് അനുകൂല സാഹചര്യമാണ്. അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. അറബിക്കടലിൽ ഗോവ, കർണാടക തീരത്തിന് സമീപം ന്യൂനമർദ്ദ സാധ്യതയാണ് പ്രവചിക്കുന്നത്. അറബിക്കടലിൽ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 23-24 കാലവർഷത്തിന്റെ വരവിന്റെ ഭാഗമായുള്ള മഴ ലഭിച്ചു തുടങ്ങും. അടുത്ത ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാതം ചുഴി രൂപപ്പെട്ട ന്യൂനമർദ്ദമായി മാറുന്നതോടെ കേരളത്തിൽ പരക്കെ കാലവർഷം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. 2025 കാലവർഷത്തിൽ രാജ്യത്ത് സാധാരണ കൂടിയിൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ മഴ പ്രവചനം ഉണ്ടായതോടെ വിവിധ ജില്ലകളിൽ വിവിധ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃത നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃത നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.